ഗുഡ് മോർണിംഗ് ഡോക്ടർ സ്റ്റോക്കിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്നത്തെ ഡോക്ടർ സ്റ്റോക്കിൽ എന്നോടൊപ്പം ഡോക്ടർ ശ്രീകുമാർ. അദ്ദേഹം വിജയപുരം ഗവൺമെൻറ് ഹോമിയോ ഡിസ്പെൻസറിയിലെ മെഡിക്കൽ ഓഫീസറാണ്. അതോടൊപ്പം തന്നെ കോട്ടയം ജില്ലയിലെ ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് ഹോമിയോപ്പതിയുടെ ജനിവിജയ പദ്ധതിയുടെ പ്രോജക്റ്റ് ഓഫീസറാണ്. അതെന്താണെന്ന് അദ്ദേഹത്തോട് തന്നെ നമുക്ക് ചോദിക്കാം. ഇന്നത്തെ വിഷയം ഡയബറ്റീസ് ആണ്. ഡയബറ്റീസും ഹോമിയോപ്പതിയും. ഡയബറ്റീസ് എന്താണെന്ന് ഒരുപക്ഷെ എല്ലാവർക്കും അറിയാമായിരിക്കും. രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് ക്രമാതീതമായി ഉയർന്നു നിൽക്കുന്നതിന് നമ്മൾ പ്രമേഹം എന്ന് പറയുന്നു. ആ അളവ് കൂടി നിൽക്കുന്നതിന് പല രീതിയിൽ നമുക്ക് ചികിത്സിക്കാം. പല ട്രീറ്റ്മെൻറ്റ് ഓപ്ഷൻസ് അവൈലബിൾ ആണ്. ട്രീറ്റ് ചെയ്തില്ല എങ്കിൽ ഒരുപാട് കോംപ്ലിക്കേഷൻസ് കാത്തിരിക്കുന്ന ഒരു രോഗാവസ്ഥയാണ് ഡയബറ്റീസ് എന്ന് പറയുന്നത്. ഒരുപക്ഷെ ശരീരത്തിനെ മുഴുവൻ ബാധിക്കാവുന്ന തരത്തിൽ ഉള്ള ഒരു രോഗമാണ് ഡയബറ്റീസ്. അപ്പോൾ അതിനെക്കുറിച്ച് കൂടുതൽ എന്താണെന്ന് നമുക്ക് ഡോക്ടറോട് ചോദിക്കാം. അതോടൊപ്പം ഹോമിയോപ്പതി എന്ന് പറയുന്ന വൈദ്യശാസ്ത്ര ശാഖ ഡയബറ്റീസ് ചികിത്സയിൽ എന്താണ് ഓഫർ ചെയ്യുന്നത് അതും അദ്ദേഹത്തോട് തന്നെ നമുക്ക് ചോദിക്കാം. ഗുഡ് മോർണിംഗ് ഡോക്ടർ ശ്രീകുമാർ. ഗുഡ് മോർണിംഗ്. ഞാനിപ്പോൾ പറഞ്ഞു നമ്മുടെ വിഷയം ഡയബറ്റീസ് ആണെന്ന് പറഞ്ഞു. അപ്പോൾ ഡയബറ്റീസ് ഒരു പക്ഷേ എന്താണെന്ന് എല്ലാവർക്കും തന്നെ അറിയാമായിരിക്കും. ഞാനിപ്പോൾ പറഞ്ഞു രക്തത്തിലെ പഞ്ചസാര ഉയർന്നു നിൽക്കുന്നതാണെന്നൊക്കെ പറഞ്ഞു. എന്നാലും നമുക്ക് ലളിതമായിട്ട് അത് എന്താണെന്ന് പറഞ്ഞുകൊണ്ട് തന്നെ തുടങ്ങാം. രക്തത്തിൽ പഞ്ചസാര എന്തിനാണ് ആവശ്യം എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ നമുക്ക് തുടങ്ങാം. ആയിക്കോട്ടെ. നമ്മുടെ എല്ലാ കോശങ്ങൾക്കും പ്രവർത്തിക്കുവാനുള്ള ഊർജം ലഭിക്കുവാൻ ഗ്ലൂക്കോസ് എന്ന പഞ്ചസാര ആവശ്യമാണ്. നമ്മൾ കഴിക്കുന്ന ആഹാരത്തിലെ അന്നജം ദഹിച്ചു കഴിയുമ്പോൾ വിഭജിച്ചാണ് രക്തത്തിൽ പഞ്ചസാര കലരുന്നത്. പഞ്ചസാര നമ്മളുടെ എല്ലാ ഊർജ ആവശ്യങ്ങളും നടത്തുന്നു എന്നുണ്ടെങ്കിലും രണ്ട് കാര്യങ്ങൾ ശരീരം ശ്രദ്ധിക്കുന്നുണ്ട്. ഒന്ന്, എല്ലാ സമയത്തും നമ്മൾക്ക് ആഹാരം ലഭ്യമാകണമെന്നില്ല. ആഹാരം ലഭ്യമാകാത്ത സമയത്തും കോശത്തിൻ്റെ പ്രവർത്തനങ്ങൾ അനസ്യൂതം നടക്കേണ്ടതുണ്ട്. അതിനായിട്ട് അമിതമായിട്ട് വരുന്ന പഞ്ചസാരയെ ശരീരത്തിലെ കരളിൽ ഗ്ലൈക്കജനായിട്ട് സ്റ്റോർ ചെയ്യാനായിട്ട് ശരീരം ശ്രദ്ധിക്കുന്നുണ്ട്. അത് ഇങ്ങനെ അമിതമായിട്ട് സ്റ്റോർ ചെയ്യുമ്പോൾ പഞ്ചസാരയുടെ ദോഷവശങ്ങൾ ഇല്ലാതാക്കുവാനായിട്ടും കഴിയും. എന്തെന്ന് വെച്ചാൽ പഞ്ചസാര കൂടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിലെ കോശങ്ങളെ അത് നശിപ്പിക്കാനും ഒപ്പം തന്നെ സൂക്ഷ്മമായ രക്തക്കുഴലുകളിലെ ഭിത്തികളിലൊക്കെ തന്നെ അത് കേടുവരുത്തുവാനും ഒക്കെ സാധ്യതയുണ്ട്. അതുകൊണ്ട് ശരീരം പാൻക്രിയാസിലെ ഇൻസുലിൻ എന്ന ഹോർമോൺ ഉൽപ്പാദിപ്പിച്ച് അമിതമായ പഞ്ചസാര ഉടൻ തന്നെ നീക്കുകയും ഒപ്പം തന്നെ നമ്മുടെ കോശങ്ങളുടെ എല്ലാ ഊർജ ആവശ്യങ്ങൾക്കും പഞ്ചസാര നമ്മളുടെ കോശങ്ങളിലോട്ട് എത്തിക്കുവാനും ഇൻസുലിൻ പ്രവർത്തിക്കുന്നു. ഓക്കെ. അപ്പം എന്താണ് ഡയബറ്റീസ്? ഡയബറ്റീസ് എന്തുകൊണ്ടുണ്ടാവുന്നു അതൊന്ന് പറയാമോ? നമ്മൾ ആദ്യം തന്നെ രക്തത്തിൻ്റെ സാധാരണ അളവ്, അതായത് ശരീരത്തിന് ദോഷകരമാകാത്ത വിധത്തിൽ ഏറ്റവും നല്ല രീതിയിൽ ശരീരം വർക്ക് ചെയ്യാനായിട്ട് എത്ര പഞ്ചസാര ആവശ്യമാണ് എന്നുള്ളത് നമുക്ക് ആദ്യം ചർച്ച ചെയ്യാം. നമ്മൾ ഫാസ്റ്റിംഗ് അവസ്ഥയിൽ, അതായത് ഒരു 12 മണിക്കൂർ നമ്മൾ ഭക്ഷണം കഴിക്കാതിരിക്കുന്ന അവസ്ഥയിൽ ഒരു 60നും 100നും ഇടയ്ക്ക് നമ്മളുടെ രക്തത്തിലെ ഓരോ ഡെസിലിറ്ററിലും പഞ്ചസാര ഉണ്ട് എന്നുണ്ടെങ്കിൽ അതൊരു നോർമൽ അവസ്ഥയാണ്. എന്നാൽ ആ 100 ക്രോസ് ചെയ്ത് കഴിഞ്ഞാൽ 100നും 125നും ഇടയ്ക്കുള്ള ഒരു അവസ്ഥയെ നമ്മൾക്ക് പ്രീ ഡയബറ്റീസ് എന്ന് പറയുന്ന ഒരു അവസ്ഥയായിട്ട് നമുക്ക് പറയാം. ഇത് ഈ പ്രീ ഡയബറ്റീസ് തന്നെ ആകണമെന്നില്ല. ചിലർക്ക് അത് വളരെ നോർമലായി ഒരു പ്രശ്നവുമില്ലാതെ, അവർക്ക് നല്ല പാരമ്പര്യമൊക്കെ ആണെന്നുണ്ടെങ്കിൽ അവർക്ക് ഒരു പ്രശ്നവുമില്ല, നല്ല എക്സസൈസ് ചെയ്യുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ അവർക്ക് ഒരു പ്രശ്നവുമില്ലാതെ കഴിയാം. പക്ഷേ എന്നാൽ ചിലരിലെങ്കിലും ഇത് കാലക്രമേണ ഈ രക്തത്തിൻ്റെ തോത് കൂടാനും ഡയബറ്റീസ് ആയിട്ട് പ്രമേഹമായിട്ട് മാനിഫെസ്റ്റ് ചെയ്യാനും സാധ്യതയാണ്. 126ന് മുകളിൽ ഫാസ്റ്റിംഗ് ബ്ലഡ് ഷുഗർ വരികയോ അല്ലെങ്കിൽ ആഹാരത്തിന് ഒരു 2 മണിക്കൂറിന് ശേഷം 150നും 160നും മുകളിലായിട്ട് പഞ്ചസാരയുടെ അളവ് കാണുകയാണെന്നുണ്ടെങ്കിൽ അത് പ്രമേഹമായിട്ട് കണക്കാക്കാം. അപ്പോൾ അതാണ് പ്രമേഹം എന്ന് പറയുന്നത്. അതെ. ഇത് 2 തരത്തിലുള്ള പ്രമേഹം ഉണ്ടല്ലോ. ഒന്ന് ടൈപ്പ് 1 ടൈപ്പ് 2. അതും കൂടെ ഒന്ന് പറയാമോ? ടൈപ്പ് 2 ആണ് നമ്മൾ സാധാരണ കാണുന്ന പ്രമേഹം. അതായത് പണ്ട് കുറച്ചും കൂടി പ്രായമായിട്ട്, എന്നാൽ ഇപ്പോൾ അത് മധ്യവയസ്കരിൽ വരെ കണ്ടു തുടങ്ങുകയാണ്. അതിലും താഴോട്ടേക്ക് ഇപ്പോൾ വന്നു തുടങ്ങി. ഈ മധ്യവയസ്കരിൽ മധ്യവയസ്സിൽ ഇത് കാണുകയും
ഈ രക്തത്തിൻ്റെ അളവ് കൂടുന്നതനുസരിച്ച് ശരീരത്തിൽ മിക്കവരിലും രോഗലക്ഷണങ്ങൾ പ്രകടമാകാൻ തുടങ്ങും. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പഞ്ചസാര നമ്മുടെ കോശങ്ങളെ നശിപ്പിക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഈ പ്രമേഹത്തിൻ്റെ രോഗലക്ഷണങ്ങൾ തന്നെ വരുന്നത്. അപ്പോൾ എന്നാൽ ചിലരിൽ ഇത് കണ്ടുപിടിക്കാൻ വളരെ വൈകാൻ സാധ്യതയുണ്ട്. സാധാരണഗതിയിൽ ഇത് പഞ്ചസാര കൂടുകയാണെന്നുണ്ടെങ്കിൽ അമിതദാഹം, വിശപ്പ്, ശരീരം ക്ഷീണിക്കുക, ദേഷ്യം ഇങ്ങനെ ആയിട്ടാണ് ആദ്യം മാനിഫെസ്റ്റ് ചെയ്യുക. എന്നാൽ ഇത് നമ്മൾ ശ്രദ്ധിക്കാതെ പോവുകയാണെന്നുണ്ടെങ്കിൽ പതുക്കെ ഓരോ കോശങ്ങളെയും ഇത് നശിപ്പിക്കുവാൻ തുടങ്ങും. അപ്പം അത് ഓരോ അവയവങ്ങളിലും ഇതിന് ഓരോരോ ഭവിഷ്യത്തുകളുണ്ട് എന്നുള്ളതാണ് വാസ്തവം. അതാണ് ഡയബറ്റീസിനെ നമുക്ക് ശരിക്കും കൺട്രോൾ ചെയ്യാവുന്ന ഒരു രോഗവുമാണ്. ഒപ്പം തന്നെ കൺട്രോൾ ചെയ്തില്ലെങ്കിൽ വലിയ ഭവിഷ്യത്തുകൾ വരാവുന്ന ഒരു അസുഖവും കൂടിയാണ് ഡയബറ്റീസ്. ഈ ഡയബറ്റീസിൻ്റെ സിംറ്റംസ് ഇപ്പോൾ അമിതദാഹം പറഞ്ഞു, അമിതമായി ഭക്ഷണം കഴിക്കുന്നതും പറഞ്ഞു, ക്ഷീണം ഉണ്ടാവുമെന്നും പറഞ്ഞു. ഇതല്ലാതെ വേറെ എന്തെങ്കിലും സിംറ്റംസ് നമുക്ക് ബേസിക്കായിട്ട് ഡയബറ്റീസിനെ കുറിച്ച് പറയാനുണ്ടാവുമോ? ചിലർക്ക് വളരെ ഇറിറ്റബിലിറ്റി മാത്രമായിട്ട്, അതായത് ചെറിയ ദേഷ്യം, അല്ലെങ്കിൽ നമ്മൾക്ക് ഒരു ജോലികൾ ചെയ്യാൻ താല്പര്യമില്ലായ്ക, ഇത് മാത്രമായിട്ട് ചിലർക്ക് കാണാം. ഇത് പലരും തെറ്റിദ്ധരിക്കുകയും ചെയ്യും, എന്തെങ്കിലും എൻ്റെ അലച്ചിൽ കാരണമാണ് എന്നൊക്കെ വിചാരിക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് മധ്യവയസ്കരായിട്ട് ഉള്ളവരെല്ലാവരും ഒരു 1-2 വർഷം കൂടുമ്പോഴെങ്കിലും ഷുഗർ ഒന്ന് ടെസ്റ്റ് ചെയ്യേണ്ടതാണ്. മാത്രമല്ല, ഇതിപ്പോൾ കോശങ്ങളെ ബാധിച്ചു തുടങ്ങിക്കഴിഞ്ഞാൽ അനവധി കോംപ്ലിക്കേഷൻസ് വരാം. ഇപ്പോൾ ചെറിയ രക്തക്കുഴലുകളെയൊക്കെ ബാധിക്കാൻ തുടങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ കാലുകൾക്കൊക്കെ പുകച്ചിൽ, അങ്ങനെയുള്ള സിംറ്റംസ് വരാം. അല്ലെങ്കിൽ അതിൻ്റെ സംവേദനക്ഷമത, സെൻസിറ്റിവിറ്റി കുറയുക, വ്രണങ്ങൾ കരിയാതിരിക്കുക, അങ്ങനത്തെ കാര്യങ്ങൾ വരാം. ഒപ്പം ചിലർക്ക് ഇറക്ടൈൽ ഡിസ്ഫങ്ഷൻ, പുരുഷന്മാരിൽ ഉദ്ധാരണക്കുറവ്, അതുപോലെ തന്നെ ഇൻഫെക്ഷൻസ്, അണുബാധകൾ, അത് ഗമ്മുകൾ, മോണരോഗം, സ്കിന്നിൽ ഇൻഫെക്ഷൻ, അങ്ങനെ വജൈനൽ ഇൻഫെക്ഷൻ, അങ്ങനെ പല ഇൻഫെക്ഷനുകളായിട്ട് മാനിഫെസ്റ്റ് ചെയ്യുമ്പോൾ ഈ ഇൻഫെക്ഷൻ ഷുഗർ കുറയാതെ ഈ ഇൻഫെക്ഷനുകളൊന്നും തന്നെ കൺട്രോൾ ചെയ്യാനും സാധ്യമല്ല. അതാണ് ബേസിക് തിങ്. ഷുഗർ കൺട്രോൾ ചെയ്താൽ മാത്രമേ ഇത് കൺട്രോൾഡ് ആവുള്ളൂ. അതെ, ഒരു വിഭാഗം ആൾക്കാരിൽ ഇത് ഇൻഫെക്ഷൻ ആയിട്ടായിരിക്കും മാനിഫെസ്റ്റ് ചെയ്യുക. ഡോക്ടർ ശ്രീകുമാർ, നമ്മളിപ്പം ഡയബറ്റീസിൻ്റെ സിംറ്റംസിനെ കുറിച്ച് പറഞ്ഞു, ഡയബറ്റീസ് എന്താണെന്ന് പറഞ്ഞു. ഒരു ഡയബറ്റീസിൻ്റെ ഇൻവെസ്റ്റിഗേഷൻസ്, ബേസിക് ആയിട്ടുള്ള 2 ഇൻവെസ്റ്റിഗേഷൻസ് ഡോക്ടർ പറഞ്ഞു. ഇതല്ലാതെ വേറെ എന്തെങ്കിലും ഇൻവെസ്റ്റിഗേഷൻസ് നമുക്ക് ചെയ്യേണ്ട ആവശ്യമുണ്ടോ, ചെയ്യാറുണ്ടോ ഡയബറ്റീസിന്? ഡയബറ്റീസിന് നമ്മൾ ബേസിക്കായിട്ട് നമ്മളുടെ ഇൻവെസ്റ്റിഗേഷൻ രക്തം പരിശോധിക്കുക എന്നുള്ളതാണ്. അത് നമ്മൾ നേരത്തെ പറഞ്ഞ ഫാസ്റ്റിംഗ് ഷുഗർ, അല്ലെ ആഹാരം കഴിച്ചു കഴിഞ്ഞ് 2 മണിക്കൂറിനകമുള്ള ഷുഗർ, ഇത് ടെസ്റ്റ് ചെയ്യുക എന്നുള്ളതാണ്. പക്ഷേ എന്നാൽ ഇതിനെല്ലാം തന്നെ ഇന്നിപ്പോൾ നമ്മളുടെ ആഹാരം അപ്പോൾ കഴിക്കുന്നതനുസരിച്ച് ഇതിലൊക്കെ കുറച്ച് വ്യത്യാസങ്ങൾ വരാം. അതായത് ഇന്നിപ്പം ഞാൻ ഷുഗർ ടെസ്റ്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ എൻ്റെ ഒരു പേഷ്യൻ്റ് ചിലപ്പോൾ ഡോക്ടറെ റിസൾട്ട് കാണിക്കേണ്ടതല്ലേ, എന്നാൽ അതുകൊണ്ട് ഒരു 4-5 ദിവസം ആഹാരം ഒന്ന് കൺട്രോൾ ചെയ്തിട്ട് നോക്കാം, ടെസ്റ്റ് ചെയ്തേക്കാന്ന് പറയുകയാണെങ്കിൽ ചിലപ്പോൾ അയാൾക്ക് വളരെയധികം ഒന്നും ഡയബറ്റീസ് കൂടിയിട്ടില്ലെങ്കിൽ അത് നോർമലായിരിക്കും. അപ്പോൾ അതുകൊണ്ട് നമുക്കൊരു 2 മാസത്തെ അല്ലെങ്കിൽ 3 മാസത്തെ രക്തത്തിലെ ഒരു ആവറേജ് പഞ്ചസാരയുടെ അളവ് അറിയാനായിട്ട് ഗ്ലൈക്കോസിലേറ്റഡ് HB എന്ന് പറയുന്ന ഒരു ടെസ്റ്റ് ഉണ്ട്. അത് ചെയ്യുന്നതായിരിക്കും കുറച്ചും കൂടി ഒരു ക്ലിയർ ആയിട്ടുള്ള ഒരു പിക്ചർ കിട്ടാൻ നമുക്ക്. HbA1c എന്ന് പറയുന്നത് ഒരു 3 മാസത്തിലൊരിക്കൽ അത് വേണമെങ്കിൽ ചെയ്യാം. അതെ, 3 മാസത്തിലൊരിക്കൽ. അതൊരു 5.6 മുകളിലുള്ളതാണെങ്കിൽ ഡയബറ്റീസ് ആണ് എന്ന് നമുക്ക് സംശയിക്കണം. ഒരു 6.5 മുകളിലോട്ട് പോവുകയാണെങ്കിൽ തൊട്ട് ആ കൺട്രോൾ കുറേശ്ശെ വിട്ടു പോവുകയാണ് എന്നാണ് നമ്മൾ അനുമാനിക്കേണ്ടത്. 7 മുകളിലാണെന്നുണ്ടെങ്കിൽ തീർച്ചയായും വളരെ കർശനമായ നിയന്ത്രണവും കൃത്യമായ മെഡിക്കേഷൻ, നമ്മളുടെ ആ ഒരു ഡോക്ടറുടെ മോണിറ്ററിങ്ങും പേഷ്യൻ്റ് കോപ്പറേഷനും വളരെയധികം കൂടേണ്ട സന്ദർഭമാണ് 7 മുകളിലോട്ട് പോയാൽ. എന്നാൽ ചിലർ 8-9 ആയാലും ഒരു കൂസലും ഇല്ലാതെ നടക്കുന്നവരുണ്ട്. അത് അപകടകരമായ അവസ്ഥയാണ് താനും. ഈ ഡയബറ്റീസ് നമ്മളിപ്പം നേരെ ചികിത്സിക്കുന്നില്ല എങ്കിൽ ഇപ്പോൾ ഈ അവസാനം പറഞ്ഞൊരു ഗ്രൂപ്പ്, അതായത് 8-9 ഒക്കെ ഗ്ലൈക്കോസിലേറ്റഡ് ഹീമോഗ്ലോബിൻ പോയാലും ചികിത്സിക്കാതെയൊക്കെ അതിനെ കൃത്യമായി നോക്കാതെ ചികിത്സിക്കാതെ നടക്കുകയും ഒക്കെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ കുറച്ച് കോംപ്ലിക്കേഷൻസ് വരാൻ സാധ്യതയുണ്ടല്ലോ. അതെന്തൊക്കെയാണെന്ന് പറയാമോ? കോംപ്ലിക്കേഷൻസ് വരാനുള്ള ഏറ്റവും ഉള്ള സാധ്യത അണുബാധകളാണ് ആദ്യത്തേത്. മുറിവുകൾ കരിയാതിരിക്കുകയാണ്. അതുകൂടാണ്ട് ഒരു കൂട്ടർക്ക് വൃക്ക തകരാറിലാകാനായിട്ട് സാധ്യതയുണ്ട്, കിഡ്നി ഫെയിലിയർ വരാൻ സാധ്യതയുണ്ട്. അതുപോലെ ഹൃദ്രോഗ സാധ്യത കൂടും.
പ്രത്യേകിച്ചും കൊളസ്ട്രോള്, BP എന്നിവ കൺട്രോളിലല്ലാത്തവർക്ക് കൂടുതലായിട്ടും ഈ റിസ്ക് കൂടുതലാണ്. അതുപോലെ അമിത ഭാരമുള്ളവർക്കും ഈ റിസ്ക് വളരെയധികം കൂടുതലാണ്. എക്സസൈസ് ഇല്ലാത്തവർ, അമിത ഭാരമുള്ളവർ, ഇവർക്കെല്ലാം തന്നെ ഈ റിസ്ക് വളരെ കൂടുതലാണ്. അതുപോലെ കാഴ്ചയ്ക്ക് തകരാറുകൾ, ആദ്യം ചിലപ്പം കണ്ണു മൂടലായിട്ടോ അല്ലെങ്കിൽ ചെറിയ ദൂരെയുള്ള കാഴ്ച കുറയുന്നതായിട്ടോ ഒക്കെ ആവാൻ തോന്നുന്നു. പക്ഷെ ക്രമേണ മഞ്ഞു പോലെ കാണുക, കണ്ണിലൂടെ ഈച്ച പറക്കുന്ന പോലെ തോന്നുക, ഇങ്ങനത്തെ വരെ അവസ്ഥകളിലോട്ട് പെട്ടെന്ന് ഒരു പക്ഷേ ഒരു കോംപ്ലിക്കേഷൻ വരാനും സാധ്യതയുണ്ട്. പിന്നെ ഉള്ള ഏറ്റവും വലിയ ഒരു അപകടകരമായ സാധ്യത സൈലൻറ്റ് ഹാർട്ട് അറ്റാക്കാണ്. പ്രത്യേകിച്ചും ഹൃദ്രോഗ ഈ ഷുഗർ നിയന്ത്രണത്തിലല്ല എന്നുണ്ടെങ്കിൽ സൈലൻറ്റ് ഹാർട്ട് അറ്റാക്ക് വരാൻ സാധ്യതയാണ്. അവർക്ക് വേദന ഉണ്ടാവില്ല. എന്താണെന്ന് വെച്ചാൽ സംവേദനക്ഷമത ഓൾറെഡി പോയി കഴിഞ്ഞു. അവർക്ക് മിക്കപ്പോഴും അമിത വിയർപ്പ്, പരവശം, എന്തോ ഒരു ചെറിയ തരിപ്പ് അങ്ങനെ തന്നെ ചിലർക്ക് വരണമെന്നില്ല. അപ്പോൾ അവരിത് ഗ്യാസാണ് അങ്ങനെയൊക്കെ വെച്ചുകൊണ്ടിരുന്ന് ചിലപ്പോൾ മരണം തന്നെ സംഭവിക്കാനായിട്ട് സാധ്യതയുണ്ട്. പിന്നെ ഈ 8-9 എന്നുള്ള ഈ ഗ്ലൈക്കോസിലേറ്റഡ് ലെവൽ കൂടുന്ന ആൾക്കാർ ഒരുപക്ഷെ ടൈപ്പ് 1 ഡയബറ്റിസിൽ, നേരത്തെ നമ്മൾ സാർ പറഞ്ഞ പോലെ ടൈപ്പ് 1 ഡയബറ്റിസിൽ പെട്ട ഗ്രൂപ്പിലും ഈ ഒരു സാധ്യതയുണ്ട്. ടൈപ്പ് 1 ഡയബറ്റിസ് കുറച്ചും കൂടി ചെറിയ പ്രായത്തിൽ, കുട്ടികളിൽ അല്ലെങ്കിൽ ചെറുപ്പക്കാരിൽ ആണ് കണ്ടുവരുന്നത്. ഈ ഒരു അവസ്ഥയിൽ ഇൻസുലിൻ ശരീരം ഉൽപ്പാദിപ്പിക്കാതിരിക്കുകയോ അല്ലെങ്കിൽ പാൻക്രിയാസിൽ ഇൻസുലിൻ ഉൽപ്പാദിപ്പിക്കേണ്ട കോശങ്ങൾ നശിച്ചു പോവുകയോ ചെയ്യുന്നു എന്നുള്ളതാണ്. ഓക്കെ ഡോക്ടർ, നമ്മൾ നേരത്തെ ടൈറ്റിൽ വെച്ചപ്പോൾ ഞാനിപ്പോൾ ഓർത്തപ്പോൾ ചോദിക്കാം, നമ്മൾ ടൈറ്റിൽ വെച്ചപ്പോഴത്തേക്കും ജനവിജയ പദ്ധതിയുടെ പ്രോജക്റ്റ് ഓഫീസറാണെന്ന് വെച്ചു. ഞാൻ ഇൻട്രൊഡ്യൂസ് ചെയ്തപ്പോഴും അങ്ങനെ പറഞ്ഞു. ഡോക്ടർ അങ്ങനെ പറഞ്ഞുകൊണ്ട് ഞാൻ അതെന്താണെന്ന് വ്യക്തമാക്കാം. എന്താണ് ആ സാധനം? ജനവിജയ എന്ന് പറയുന്നത് വിജയപുരം ഗ്രാമപഞ്ചായത്ത് ഏറ്റെടുത്ത് നടപ്പാക്കുന്ന ഒരു പദ്ധതിയാണ്. അതിൽ 3-4 ഗ്രൂപ്പുകളെയാണ് ജനവിജയ ടാർഗറ്റ് ചെയ്യുന്നത്. ഒന്ന്, ജനിതക വൈകല്യങ്ങളുള്ളവർ, മറ്റു വെല്ലുവിളികൾ, ഭിന്നശേഷിയുള്ളവർ, ഓട്ടിസം, ADHD അങ്ങനെയുള്ള ജനറ്റിക് വൈകല്യങ്ങൾ ഉള്ളവർ, പഠന വൈകല്യങ്ങൾ, അതുപോലെ തന്നെ ചില പരമ്പരാഗത രോഗങ്ങൾ. ഡയബറ്റിസും ഒരു പരമ്പരാഗത രോഗമായിട്ട് വരും എന്നുള്ളതാണ്. അത് പരമ്പരാഗത രോഗങ്ങൾ, ഇപ്പം ഹീമോഫീലിയ അങ്ങനെയുള്ള പല അസുഖങ്ങൾക്കും പലരുടെയും ഒരു ധാരണ ശരിയായ ചികിത്സ ലഭ്യമല്ല എന്നാണ്. പക്ഷേ ഹോമിയോപ്പതിയിൽ ഇതിനുള്ള പ്രൊവിഷൻസ് ഉണ്ട്. അപ്പോൾ അത് നമ്മളൊരു പ്രോജക്റ്റ് വെച്ച് അതിൻ്റെ സാധ്യതകൾ ജനങ്ങളിലോട്ട് എത്തിക്കുക എന്നുള്ളതാണ് ജനവിജയയിലൂടെ ഉദ്ദേശിക്കുന്നത്. അതുപോലെ മറ്റ് ചികിത്സാശാസ്ത്ര ശാഖകളാൽ സൗഖ്യം പ്രാപിക്കാത്ത കേസുകൾ, ചിലർ സൗഖ്യം പ്രാപിക്കാത്തവരുണ്ടാവും, അല്ലെങ്കിൽ മറ്റ് ചികിത്സാശാസ്ത്രങ്ങളോട് അവരുടെ ശരീരം പ്രതികരിക്കാത്തവരുണ്ടാവും. ഇവർക്കും കൂടി ഒരു മികച്ച ചികിത്സ കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ് ജനവിജയ പഞ്ചായത്ത് ഡിസൈൻ ചെയ്യുകയും ഹോമിയോപ്പതി വകുപ്പ് ഇത് ഏറ്റെടുക്കുകയും ചെയ്തിട്ടുള്ളത്. ഓക്കെ ഡോക്ടർ, ഈ ഡയബറ്റീസിൻ്റെ കോംപ്ലിക്കേഷൻസിനെ കുറിച്ച് നമ്മൾ പറഞ്ഞല്ലോ. ഡയബറ്റീസിൻ്റെ കോംപ്ലിക്കേഷൻസ് വന്നിട്ടുള്ള രോഗികളിൽ പലപ്പോഴും അലോപ്പതി മരുന്നുകൾ കഴിച്ചുകൊണ്ടിരിക്കുന്ന പേഷ്യൻസ് ഉണ്ടാവുമല്ലോ. അപ്പോൾ ഡയബറ്റീസിൻ്റെ ഹോമിയോപ്പതി ശാസ്ത്രശാഖയുടെ സാധ്യതകളാണ് നമ്മൾ പറഞ്ഞു വരുന്നത്. അതുകൊണ്ടാണ് ഞാൻ ആദ്യമേ ചോദിക്കുന്നത്, ഈ അലോപ്പതി മരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുന്നവർക്ക് ഹോമിയോപ്പതി മരുന്നും കൂടെ കൊടുക്കുമോ, അതോ നിങ്ങൾ അത് കംപ്ലീറ്റ് നിർത്തിയിട്ട് നിങ്ങളുടെ മരുന്നിലേക്ക് വരുത്തുമോ? എന്താ നിങ്ങൾ ചെയ്യുക? അത് ഡയബറ്റിസ് ഏത് തരത്തിലാണ് ആ രോഗിയെ ബാധിച്ചിട്ടുള്ളത് എന്നനുസരിച്ച് വേണം നമ്മളത് തീരുമാനിക്കുവാൻ. ഞാൻ നേരത്തെ തന്നെ പറഞ്ഞല്ലോ, ഒരു കാരണവശാലും ഒരു ഘട്ടത്തിലും അമിതമായിട്ട് പഞ്ചസാര ശരീരത്തിൽ കലരുന്നത് നല്ലതല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ പ്രീ ഡയബറ്റിസ് വിഭാഗത്തിൽ പെട്ടിട്ടുള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ അവരെന്താണ് കഴിക്കുന്നതെന്ന് വെച്ചാൽ, പ്രീ ഡയബറ്റിസുകാർ ഇങ്ങനെ മരുന്ന് കഴിച്ചുകൊണ്ടിരിക്കേണ്ട കാര്യമില്ല. അവർക്ക് ഹോമിയോപ്പതി മരുന്ന് കഴിച്ച് പൂർണ്ണ സൗഖ്യം സാധ്യമാണ്. അതുകൊണ്ട് തന്നെ അവരെ നമ്മൾക്ക് വളരെ സേഫായിട്ട് മറ്റു മരുന്നുകളൊന്നും കഴിപ്പിക്കാതെ തന്നെ ഹോമിയോ മരുന്നുകളിലൂടെ സുഖപ്പെടുത്താൻ സാധിക്കും. ഡയബറ്റിസ് വലിയതായിട്ടൊന്നും കൂടാത്ത ആൾക്കാർ, ഒരു 200-220 ആ ഒരു റേഞ്ചിലൊക്കെ റാൻഡം ഷുഗർ ഉള്ളവർക്ക് നമുക്ക് സ്ലോ ആയിട്ട് വിഡ്രോ ചെയ്ത്, അല്ലെങ്കിൽ ചിലപ്പം ഓൾ ടുഗദറായിട്ട് തന്നെ വിഡ്രോ ചെയ്ത് നമുക്ക് മരുന്ന് കഴിപ്പിക്കാൻ പറ്റും. പക്ഷേ ഒരു ഘട്ടത്തിലും പഞ്ചസാരയുടെ അളവ് കൂടുന്നില്ല എന്നുള്ളത് നമ്മൾ ഉറപ്പാക്കും. ഇപ്പോൾ ചിലർ ഇൻസുലിൻ എടുക്കുന്നവരുണ്ടാവും. ഇപ്പോൾ ഇൻസുലിൻ എടുക്കുന്ന ശരീരങ്ങൾ എന്ന് പറയുന്നത് അവർക്ക് ഓൾറെഡി ആ ഇൻസുലിൻ കിട്ടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതൊക്കെ വളരെ കൃത്യമായി മോണിറ്റർ ചെയ്ത് മാത്രമേ നമ്മൾ മരുന്ന് കൊടുക്കുള്ളൂ. അതുകൊണ്ട് തന്നെ ചില രോഗികൾക്ക്
മറ്റു മരുന്നുകൾ കഴിച്ചുകൊണ്ട് തന്നെ ഹോമിയോപ്പതി മരുന്നുകൾ കൊടുത്ത് അവരുടെ ശരീരം ഹോമിയോപ്പതി മരുന്നുകളോട് കൃത്യമായിട്ട് പ്രതികരിച്ചു തുടങ്ങുന്നു എന്ന് ഉറപ്പ് വരുത്തി അവരുടെ ആ HbA1c ലെവൽസ് ഒരു 6 താഴോട്ട് വരുന്നതനുസരിച്ച് പതുക്കെ മറ്റു മരുന്നുകൾ വളരെ സേഫായിട്ട് വിഡ്രോ ചെയ്യുക എന്നുള്ളതായിരിക്കും ഏറ്റവും കൃത്യമായൊരു പ്രോട്ടോക്കോൾ. ഡോക്ടർ നേരത്തെ ഡയബറ്റീസിൻ്റെ ചികിത്സയുടെ കാര്യം, ഹോമിയോപ്പതി ചികിത്സ പറഞ്ഞപ്പോൾ എപ്പോഴും പാരമ്പര്യത്തിൻ്റെ ഒരു റോൾ ഇതിന് ഉണ്ട് എന്ന് പറയുന്നുണ്ടായിരുന്നല്ലോ, അതെന്താണെന്ന് വ്യക്തമാക്കാം. അത് നമ്മൾ ഡയബറ്റിസ് ഉണ്ടാകുന്നതിന് ആഹാര രീതികൾ മാത്രമല്ല, സ്ട്രെസ്സും ടെൻഷനുകളും ഒക്കെ ഒരു ഘടകമാണ്. അപ്പോൾ ടെൻഷനുള്ള നല്ല സ്ട്രെസ്സിൽ ജീവിക്കുന്ന ആൾക്കാർക്ക് ഡയബറ്റിസ് വരാനുള്ള സാധ്യത കൂടുതലാണ്. പക്ഷേ എന്നാൽ ഇപ്പോൾ ഒരു രാമു എന്ന് പറയുന്ന ഒരാൾക്ക് സ്ട്രെസ്സുണ്ട്, അയാൾക്ക് ഡയബറ്റിസ് വന്നു എന്നുണ്ടെങ്കിലും ചിലപ്പോൾ അതിനേക്കാളും സ്ട്രെസ് അനുഭവിക്കുന്ന ഒരാൾക്ക് ഒരു അസുഖവും ചിലപ്പോൾ ഉണ്ടാവണമെന്നില്ല. അതിൻ്റെ കാരണം പാരമ്പര്യ ഘടകങ്ങളാണ്. അതായത് നമ്മുടെ പാരമ്പര്യത്തിൽ ആർക്കെങ്കിലും ഒരു ഡയബറ്റിസിൻ്റെ ഒരു ഹിസ്റ്ററി ഉണ്ട് എന്നുണ്ടെങ്കിൽ കൂടുതൽ സാധ്യത ഡയബറ്റിക് ആവാനായിട്ട് നമ്മൾക്കുണ്ട്. അപ്പോൾ ഇവിടെ ഹോമിയോപ്പതിക്ക് പ്രത്യേകിച്ചൊരു ഓഫർ കൊടുക്കാനുണ്ട്. അതായത് പൊതുവെ ആൾക്കാരുടെ ധാരണ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അച്ഛന് ഷുഗർ ഉണ്ടോ, അത് മകന് പിടിച്ചു എന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി സഫർ ചെയ്യേണ്ടി വരും എന്നുള്ള ഒരു ധാരണയാണ് പൊതുവെ ആൾക്കാർക്കുള്ളത്. പക്ഷെ ഇവിടെയാണ് ഹോമിയോപ്പതിയുടെ പ്രസക്തി. നമ്മൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം ഞാൻ ഡിസൈൻ ചെയ്ത ടാർജറ്റ് സൂപ്പർ പ്രോട്ടോക്കോളിലൊക്കെ നമ്മൾ കൃത്യമായിട്ട് ഒരു രോഗി വരുമ്പോൾ അവരുടെ ജനറ്റിക് പ്രൊഫൈൽ, അതായത് ഏതൊക്കെയാണ് പരമ്പരാഗത ഘടകങ്ങൾ. ഇപ്പോൾ ഒരാൾക്ക് കുറച്ചൊക്കെ ചിലത് അച്ഛൻ്റെ ഘടകങ്ങളായിരിക്കാം, ചിലത് അമ്മയുടെ ഘടകങ്ങളായിരിക്കാം, ചിലത് സഹോദരങ്ങളുടെ ആകാം, അപ്പൂപ്പൻ്റെ ആവാം. ഇങ്ങനെ അനവധി ഘടകങ്ങൾ എപ്പോഴും ഒരാൾക്ക് ഉണ്ടാവാറുണ്ട്. ഇതിൽ തന്നെ ചിലർ വളരെ ആരോഗ്യമുള്ള ഒരു പ്രൊഫൈലുള്ളവരായിരിക്കും, ചിലർ ആരോഗ്യമില്ലാത്ത പ്രൊഫൈലുള്ളവരായിരിക്കും. അപ്പം നമ്മൾ ചെയ്യുന്നത് ടാർജറ്റ് സൂപ്പർ പ്രോട്ടോക്കോളിൽ നമ്മൾ ചെയ്യുന്നത് ഏറ്റവും ഹെൽത്തിയർ ആയിട്ടുള്ള ആ കണ്ണികളെ, ജനിതക കണ്ണികളെ ഹോമിയോപ്പതി മരുന്നുകൾ കൊണ്ട് ഉദ്ദീപിപ്പിക്കുക, ബൂസ്റ്റ് ചെയ്യുക എന്നുള്ളതാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ കണ്ടത് ജനവിജയുടെ പ്രോജക്റ്റിലും അല്ലാതെ തന്നെയും നമ്മൾ ടാർജറ്റ് സൂപ്പർ പ്രോട്ടോക്കോൾ ഫോളോ ചെയ്യുന്ന ഹോമിയോപ്പത്സും പറയുന്നത് അത്ഭുതകരമായിട്ട് ഇങ്ങനെയുള്ള കേസുകൾ പ്രതികരിക്കുന്നു എന്നുള്ളതാണ്. എന്താണെന്ന് വെച്ചാൽ അവരെ ഏറ്റവും ഹെൽത്തിയർ വേയിലോട്ട് അവരുടെ ശരീരം റെസണേറ്റ് ചെയ്ത് ശരീരത്തിന്, ശരിക്കും പറഞ്ഞാൽ നമ്മൾ ശരീരത്തിന് തന്നെ ഏത് അസുഖത്തെയും ചെറുത്ത് തോൽപ്പിക്കുവാനായിട്ടുള്ള ഒരു കഴിവുണ്ട്. ആ കഴിവുകളെയാണ് നമ്മൾ ഹോമിയോപ്പതി മരുന്ന് കൊണ്ട് ബൂസ്റ്റ് ചെയ്യുന്നത്. ഓക്കെ, നമുക്ക് ഈ ലൈഫ് സ്റ്റൈലിൻ്റെ കാര്യം പറയുമ്പോൾ, ഡയബറ്റീസ് ഇപ്പോൾ ഒരു ലൈഫ് സ്റ്റൈൽ ഡിസീസ് ആണെന്ന് തന്നെ പറയാം. അതെ, അത് ഒരു പരിധിവരെ ആഹാര കാര്യങ്ങളിൽ നമ്മുടെ നാട്ടിൽ വന്നിട്ടുള്ള ചേഞ്ചസ് തന്നെയായിരിക്കാം ഒരുപക്ഷെ നമ്മുടെ നാട്ടിൽ ഇപ്പോൾ ഇത്രയും കൂടുതൽ ഡയബറ്റീസ് കേസുകൾ റിപ്പോർട്ട് ചെയ്യാനുള്ള കാരണങ്ങൾ. എന്തായിരിക്കാം ഈ ആഹാരത്തിൽ വരുത്തേണ്ട നിയന്ത്രണങ്ങൾ എന്തൊക്കെയാവാം? ഓരോ ഭൂപ്രദേശത്തിനും ഇണങ്ങുന്ന ഭക്ഷണം പ്രകൃതി ഒരുക്കിയിട്ടുണ്ട്. നമ്മൾ ആ ഭക്ഷണം കഴിച്ച് ശീലിക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്. പിന്നെ ഇടയ്ക്കൊക്കെ നമുക്കൊരു ചേഞ്ച് ആവാം. പക്ഷെ ഇത് മാറി മുമ്പ് നന്നായി അധ്വാനിക്കുമായിരുന്ന മലയാളി ഇപ്പോൾ അധ്വാനിക്കുന്നുമില്ല, എന്നാൽ ആഹാരത്തിനൊരു കുറവുമില്ല എന്നുള്ള ഒരു അവസ്ഥയിലോട്ടായി. ഇത് നമ്മൾ ഒരു കാര്യവും കൂടി എനിക്ക് ചർച്ച ചെയ്യാനുള്ളത്, പല കേസുകളിലും ഇപ്പം ജസ്റ്റേഷണൽ ഡയബറ്റിസ്, അതായത് ഗർഭാവസ്ഥയിൽ ഡയബറ്റിസ് വരുന്ന ഒരു അവസ്ഥയും കൂടി വന്നിട്ടുണ്ട്. ഇത് അമിതഭാരം, ഒരു ആഹാര രീതികൾ കൃത്യമല്ലാതാകുന്നു, ചില പ്രഗ്നൻസി എന്ന് പറയുമ്പോൾ തന്നെ റെസ്റ്റ്, ഇങ്ങനെയൊക്കെ തന്നെ ഉള്ള ഘടകങ്ങളുണ്ട്. ഇപ്പം ഈ ജസ്റ്റേഷണൽ ഡയബറ്റിസ് വന്നു കഴിഞ്ഞാൽ അധികം പേരും വലിയ കുഴപ്പമില്ലാതെ പ്രസവിക്കാമെങ്കിലും കുട്ടി അമിതഭാരമുള്ളതാകാനും അല്ലെങ്കിൽ കുട്ടി ജനിച്ചു കഴിഞ്ഞാൽ ഷുഗർ ലെവല് കുറയാനോ അല്ലെങ്കിൽ അപൂർവം സന്ദർഭങ്ങളിൽ മരിക്കാനും സാധ്യത, അമ്മയുടെയും കുഞ്ഞിൻ്റെയും ജീവന് അപകട സാധ്യതയുണ്ട്. ഇവിടെയും നമ്മൾക്ക് കൃത്യമായി ആഹാരത്തിലെ രക്തത്തിൻ്റെ അളവ് നിയന്ത്രിച്ച് അമ്മയും കുഞ്ഞിനെയും സേഫാക്കി വെക്കുവാൻ ഹോമിയോപ്പതിയിൽ നമുക്ക് പ്രൊവിഷൻസ് ഉണ്ട്. അത് സൈഡ് എഫക്ട്സ് ഇല്ലാത്ത ഡ്രഗ് ആകുന്നത് കൊണ്ട് ഹോമിയോപ്പതിക്ക് അതിന് കൂടുതൽ പ്രസക്തി ഉണ്ട് താനും. ഹോമിയോപ്പതി മരുന്ന് കഴിക്കുന്നതിനോടൊപ്പം തന്നെ
എക്സസൈസ്, കൃത്യമായ ഒരു എക്സസൈസ്, അത് വല്ലാണ്ടൊന്നും നമ്മൾ ഇതിനായിട്ട് കഷ്ടപ്പെടേണ്ട കാര്യമില്ല. നമ്മൾ ഒരുപക്ഷെ ചിലപ്പം ഒന്നും ഒരു ഓട്ടോ പിടിക്കാതെ കുറച്ച് നടക്കുക, റെഗുലറായിട്ട് നമ്മൾ ഒരു ബസ് സ്റ്റോപ്പ് ഇപ്പുറത്തിറങ്ങുക, അങ്ങനെയൊക്കെ ചില കാര്യങ്ങൾ. നമുക്കൊരു മോഡറേറ്റ് ആയിട്ട് ഒരു 5 ദിവസം എക്സസൈസും ഒരു ഒരു കൃത്യമായ ഒരു ആഹാര നിയന്ത്രണവും ഉണ്ടെങ്കിൽ ഇതിനെല്ലാം വേണ്ടത് ഒരു ബേസിക് കമ്മിറ്റ്മെൻ്റ് ആണ്. അങ്ങനെ എന്നുണ്ടെങ്കിൽ അതുപോലെ സ്ട്രെസ് റിലീവ് ചെയ്യാനായിട്ടുള്ള ഒരു സംവിധാനം, അത് നമ്മളുടെ കുടുംബ സംവിധാനം മെച്ചപ്പെടുത്തുകയും നമ്മുടെ ഫ്രണ്ട്സിൻ്റെ അടുത്ത് പ്രശ്നങ്ങൾ പറയുക, അല്ലെങ്കിൽ സ്ട്രെസ്സ് നമുക്ക് റിലീവ് ചെയ്യാനായിട്ടും കൂടി ശ്രദ്ധിക്കണം. ഇതൊന്നുമില്ല എന്നുണ്ടെങ്കിൽ, ഈ സ്ട്രെസ് ഉണ്ട് എന്നുണ്ടെങ്കിൽ നമ്മൾ ഡോക്ടറുടെ അടുത്താണെങ്കിലും ചർച്ച ചെയ്താൽ മതി. എനിക്ക് ഇങ്ങനെ ഒരു സ്ട്രെസ് ഉണ്ട്, എൻ്റെ ഷുഗർ ലെവൽ ഒന്ന് കൂടാൻ സാധ്യതയാണ്, എന്താണ് എനിക്ക് ഉള്ള ഒരു ഓപ്ഷൻ എന്നൊന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഡോക്ടർക്ക് തന്നെ സഹായിക്കാവുന്നതേ ഉള്ളൂ. ഓക്കെ ഡോക്ടർ, ഇന്നത്തെ ഡോക്ടർ സ്റ്റോക്കിൻ്റെ സമയോടെ അവസാനിക്കുകയാണ്. ഇന്നത്തെ ഡോക്ടർ സ്റ്റോക്കിൽ ഡോക്ടർ ശ്രീകുമാർ, അദ്ദേഹം കോട്ടയം വിജയപുരം ഗവൺമെൻറ് ഹോമിയോ ഡിസ്പെൻസറിയിലെ മെഡിക്കൽ ഓഫീസറും ആദ്യം പറഞ്ഞതുപോലെ ജനവിജയ ഗവൺമെൻറ് ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് ഹോമിയോപ്പതിയുടെ ജനവിജയ പദ്ധതിയുടെ പ്രോജക്റ്റ് ഓഫീസറുമാണ്. അദ്ദേഹം ഇവിടെ ജനവിജയ എന്താണെന്ന് അദ്ദേഹം തന്നെ പറയുകയുണ്ടായി. അതുപോലെ തന്നെ ഡയബറ്റീസ് ആയിരുന്നു ഇന്നത്തെ ചർച്ചാ വിഷയം. ഇന്നത്തെ ചർച്ചാ വിഷയത്തിൽ അദ്ദേഹം ഡയബറ്റീസ് എന്ന് പറയുന്ന രോഗം എന്താണ്, ഡയബറ്റീസിൻ്റെ ചികിത്സാ രീതികൾ എന്തൊക്കെയാണ്, ഹോമിയോപ്പതി എന്ന വൈദ്യശാസ്ത്രം ഡയബറ്റീസ് ചികിത്സയിൽ എന്തൊക്കെ ഓഫർ ചെയ്യുന്നു, ഇതൊക്കെ വിശദമായി പറഞ്ഞു കഴിഞ്ഞു. ഈ വിഷയത്തെ സംബന്ധിച്ച് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ ഞങ്ങളുടെ ഇമെയിലിലേക്ക് എഴുതുക. doctors@kairalitv.in ആണ് ഞങ്ങളുടെ ഇമെയിൽ ID. പ്രോഗ്രാമിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കൂടി ഞങ്ങൾ എഴുതി അറിയിക്കുക. അടുത്ത ആഴ്ച വീണ്ടും കാണാം മറ്റൊരു വിഷയമായിട്ട്.